കാനഡയിൽ വൻ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പെർമിറ്റ് 35% കുറയ്ക്കുകയാണ്. ഇതിന് പിന്നാലെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നുവെന്നുമുള്ള പ്രഖ്യാപനമാണ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സ്ഥിരമായ കുടിയേറ്റവും ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായിരുന്നു കാനഡ. പഞ്ചാബിൽ നിന്നുൾപ്പെടെ പതിറ്റാണ്ടുകളായി കാനഡ കുടിയേറ്റമുണ്ട്. എങ്കിലും കോവിഡാനന്തരമാണ് ഇത് വർദ്ധിച്ചത്. കാനഡ വഴി യുഎസിലേക്കുള്ള കുടിയേറ്റം എളുപ്പത്തിലാകും എന്ന വിശ്വാസത്തിൽ കാനഡയിൽ എത്തുന്നവരും ചെറുതല്ല. എന്നാൽ ഇത്തരം സ്വപ്നങ്ങൾക്കെല്ലാം കൂച്ചുവിലിങ്ങിടുന്ന സംഭവ വികാസങ്ങളാണ് കാനഡയിൽ നടക്കുന്നത്. കാനഡ കുടിയേറ്റം പ്രയാസകരമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ തെരഞ്ഞെടുക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പരിപാടികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബ് കേന്ദ്രീകരിച്ചാണ് ഇത്തരം പരിപാടികൾ നടക്കുന്നത്. എന്തുകൊണ്ട് പഞ്ചാബ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ വർഷം വരെ കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയുടെ 40% ഇന്ത്യക്കാരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ 50% പഞ്ചാബിൽ നിന്നുള്ളവരാണ്. കാനഡ കുടിയേറ്റക്കാരെ അധികം പ്രോത്സാഹിപ്പിക്കാത്ത സാഹചര്യത്തിൽ ജർമ്മനി ആയിരിക്കും ഇനി എന്നതുകൊണ്ട് തന്നെയാണ് ജർമ്മനിയെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പരിപാടികൾ പഞ്ചാബ് കേന്ദ്രീകരിച്ച് നടത്തുന്നത്. നിരവധി സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തും സർട്ടിഫിക്കറ്റ് വാല്യൂവിനെ കുറിച്ചും സർക്കാർ സ്കോളർഷിപ്പുകളെ കുറിച്ചും ഒക്കെ വിദ്യാർത്ഥികളെ ബോധിപ്പിച്ച് വിദ്യാഭ്യാസ കുടിയേറ്റത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായി ജർമ്മനിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പഠനകാലത്തും അതിനുശേഷവും ലഭ്യമായ വർക്ക് പെർമിറ്റാണ് ജർമ്മനിയുടെ പ്രത്യേകത. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ കാര്യമാണ്. ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജർമ്മനിയിലുള്ളത്. മിതമായ ജീവിത ചെലവ് മതി ജർമ്മനിയിൽ ജീവിക്കാൻ. അതുമാത്രമല്ല തൊഴിൽ സാധ്യതകളും ഏറെയാണ്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും തൊഴിലെടുക്കാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങൾ ജർമ്മനിയുടെ പ്രത്യേകതകളാണ്. ട്യൂഷൻ ഫീസ് നൽകാതെ പൊതു സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരവും ജർമ്മനി നൽകുന്നുണ്ട്. ജർമ്മനിയിലേക്ക് പോകാൻ IELTS ആവശ്യമില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ, ഡച്ച് ഭാഷകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് കാനഡയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വിദ്യാഭ്യാസ ഉപദേഷ്ടാക്കൾ ഇപ്പോൾ പ്രധാനമായും ജർമ്മനിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ചില വെല്ലുവിളികൾ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിലുമുണ്ട്. പഠന സമയത്ത് കുടുംബത്തെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഭാഷയും ഒരു തടസ്സമാകാനുള്ള സാധ്യതയുണ്ട്. കാനഡ കർശനമായ എമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുകയും ഓസ്ട്രേലിയ, UK പോലുള്ള രാജ്യങ്ങൾ അവരുടെ വിസ നിയന്ത്രണങ്ങൾ മാറ്റുകയും ചെയ്യുമ്പോൾ ജർമ്മനി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്.